ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നിഷാസ് ഹോം കുക്കിംഗ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു അപ്പവും അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു എഗ് കറിയും കൂടിയാണ് ഉണ്ടാക്കുന്നത്. ഈ അപ്പം ഉണ്ടാക്കാനായിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും. 15 മിനിറ്റ് ഏകദേശം നമ്മൾ വെച്ചാൽ മതി, അപ്പോഴത്തേക്ക് നമുക്ക് മാവ് തയ്യാറാക്കി കിട്ടാം. അതുപോലെ തന്നെ ഇത് നല്ല പഞ്ഞി പോലെയാണ് ഈ അപ്പം ഇരിക്കണ്ടോ, എത്ര സോഫ്റ്റ് ആയിട്ടാണ് അപ്പം ഇരിക്കുന്നത്. നമ്മൾ മുറിച്ച് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാകും എത്രത്തോളം സോഫ്റ്റ് ആണെന്നുള്ളത്. എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെടുന്നൊരു അപ്പത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഒരു മുട്ടക്കറിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് നമ്മൾ സവോള വഴറ്റുമൊന്നും ചെയ്യുന്നില്ല, കുക്കറിലാണ് ഇതുണ്ടാക്കുന്നത്. അത് നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അങ്ങനെ രണ്ടും കൂടി നല്ലൊരു ബെസ്റ്റ് കോമ്പിനേഷനാണ്. അതുപോലെ ഈസിയാക്കി തയ്യാറെടുക്കാനും പറ്റും. അപ്പോൾ നമുക്ക് ഈ റെസിപ്പി എങ്ങനെ ഉണ്ടാക്കുന്നത് പോയി നോക്കിയാലോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് 1 കപ്പ് 240 ml കപ്പിന് 1 കപ്പ് റവയാണ്. ഇത് ഞാൻ വറക്കാത്ത റവയാണ് എടുത്തിരിക്കുന്നത്. ഇത് ഉപ്പുമാവിനൊക്കെ എടുക്കുന്നത് റവ, അത് ഞാൻ മിക്സിയിലേക്ക് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ കൂടെ 1/2 കപ്പ് തേങ്ങ, 1 വലിയ സ്പൂൺ പഞ്ചസാര ഇട്ടിട്ടുണ്ട്, ആവശ്യത്തിനുള്ള ഉപ്പും. പിന്നെ നമുക്ക് വേണ്ടത് ഈസ്റ്റാണ്. ഇപ്പം ഞാനിവിടെ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ഉപയോഗിക്കുന്നത്. 1/2 ടീസ്പൂൺ ഈസ്റ്റാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇപ്പം നിങ്ങൾ ആക്റ്റീവ് ഡ്രൈ ഈസ്റ്റാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത് ചെറിയ ചൂടുവെള്ളത്തിൽ കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് നല്ലപോലെ ഫെർമെൻ്റ് ആക്കിയതിന് ശേഷം വേണം ഉപയോഗിക്കാനായിട്ട്. പിന്നെ ഈസ്റ്റ് എടുക്കുമ്പോൾ എപ്പോഴും നോക്കണം കേട്ടോ, അതിൻ്റെ എക്സ്പയറി ഡേറ്റ് ഒക്കെ ആയതോ അങ്ങനെ പഴയത് ഈസ്റ്റ് ആണെങ്കിൽ ഉപയോഗിക്കരുത്. നല്ല ഫ്രഷ് ആയിട്ടുള്ള ഈസ്റ്റ് ഉപയോഗിക്കാവുള്ളൂ, എങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ നമുക്ക് പെട്ടെന്ന് ഇത് ഫെർമെൻ്റ് ആക്കി കിട്ടത്തുള്ളൂ. പിന്നെ നല്ല ഈസ്റ്റ് ആണെങ്കിൽ തന്നെ അപ്പം നല്ല ടേസ്റ്റും ആകത്തുള്ളൂ. പിന്നെ അതിൻ്റെ കൂടെ ഞാൻ ചെറിയ ഉള്ളി ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ ഒരു കുഞ്ഞു പിഞ്ച് ജീരകം, ചെറിയ ജീരകം, ഇതൊക്കെ നല്ല ടേസ്റ്റ് തരും കേട്ടോ അപ്പത്തിന് ഉപയോഗിക്കുമ്പോൾ. പിന്നെ കുറച്ച് ചെറു ചൂടുവെള്ളമാണ് ഞാൻ ഉപയോഗിക്കുന്നത്. എന്നിട്ട് നമുക്ക് നല്ല അപ്പത്തിൻ്റെ പാകത്തിന് നല്ല സ്മൂത്തായിട്ട് അരച്ചെടുത്തുകൊണ്ട് വരും. അപ്പോൾ ഇത് നമ്മുടെ മാവ് നല്ല സ്മൂത്തായിട്ട് നമ്മൾ അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ അപ്പത്തിനൊക്കെ അരയ്ക്കുന്ന അതേ പാകത്തിന് തന്നെ അരച്ച കൊടുത്താൽ മതി. ഇപ്പം ഞാനിവിടെ ഒരു 15 മിനിറ്റ് നേരത്തേക്കാണ് ഇത് അടച്ചു വെക്കാൻ നോക്കുന്നത്. അപ്പം നിങ്ങൾക്ക് അവിടെ ക്ലൈമറ്റിന് തണുപ്പൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ 15 വരെ അരമണിക്കൂറൊക്കെ എടുക്കുമായിരിക്കും. അപ്പോൾ നമുക്ക് ക്ലൈമറ്റ് അനുസരിച്ച് അത് വെക്കുകയും ചെയ്യാം. അപ്പോൾ നമ്മൾ മാവ് ഫെർമെൻ്റായി വരുന്ന സമയത്ത് നമുക്കൊരു മുട്ടക്കറി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഈ മുട്ടക്കറിക്ക് വേണ്ടിയിട്ട് ഞാനിപ്പോൾ 4 മുട്ട ബോയിൽ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ ഒരു ചെറിയ പീസ് ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി, 4 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, പിന്നെ കുറച്ച് സവോള അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി കറി ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു കുക്കർ അടുപ്പത്തോട്ട് വെക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഉപയോഗിച്ച് കൊടുക്കാം. നമ്മൾ വെളിച്ചെണ്ണയിലാണ് ഈ കറി ഉണ്ടാക്കുന്നത്. അതിനുശേഷം ഒരു കുഞ്ഞ് 2 കറുവാപ്പട്ടയുടെ പീസ്, 2 ഏലക്ക, 2 ഗ്രാമ്പു ഇത്ര ഇട്ട് കൊടുക്കാം. നല്ലൊരു മസാലയുടെ മണം കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതൊന്ന് ചൂടായി വന്നതിൻ്റെ മണമൊക്കെ വരുമ്പോൾ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുമ്പോഴത്തേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. ഇപ്പോൾ സവോളയിൽ വഴറ്റൊന്നുമില്ല. അപ്പോൾ നമ്മൾ ആ എണ്ണയിലൊക്കെ ഒന്ന് കറക്റ്റായിട്ടൊന്ന് എല്ലാം ഒന്ന് കറക്റ്റായി ഒന്ന് മിക്സ് ആകുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുന്നേ ഉള്ളൂ. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ എടുത്തിരിക്കുന്നത് ഒരു കുഞ്ഞു പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്. തീരെ ചെറുത് മതി കേട്ടോ, ഒത്തിരി വലിയ പൊട്ടറ്റോയുടെ ആവശ്യമില്ല. ഞാൻ 4 പീസാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ആ സവോള വെച്ചതിൻ്റെ പൊക്കത്തിലായിട്ട് നമുക്ക് പൊട്ടറ്റോയും കൂടി വെച്ച് കൊടുക്കാം. കണ്ടു, ഇതുപോലെയാണ് വെച്ച് കൊടുക്കുന്നത്. ഇതിങ്ങനെ വെച്ചതിന് ശേഷം നമുക്കിനി കുറച്ച് വെള്ളം, നമുക്കിനി അടിയെങ്ങാനും കരിഞ്ഞു പോകുമെന്ന് പേടിക്ക് വേണ്ടി ഇത്തിരി വെള്ളം, 2 സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് കുക്കർ അടച്ച് വെക്കാം. നല്ല വലിയ തീയിൽ 1 വിസിലും ഏറ്റവും മിനിമത്തിൽ വെച്ച് 2 വിസിലും നമുക്ക് അടിച്ചെടുക്കാം. ഇതിപ്പോൾ കുക്കർ അടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇത് കണ്ടോ, നോക്കിക്കേ, നല്ല പോലെ വെന്തിട്ടുണ്ട്. സവോളയൊക്കെ ഉണ്ടോ, കറക്റ്റ് നല്ല വഴന്ന പോലെയാണ് ഇരിക്കുന്നത്. ഇനി നമ്മൾ ആ പൊട്ടറ്റോ മാത്രം മുകളിൽ നിന്ന് മാറ്റി കൊടുക്കാം. അതിനുശേഷം നമ്മുടെ നേരത്തെ പച്ചമുളക് എടുത്ത് വെച്ചിരിക്കുന്നതും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ പച്ചമുളക് ഇപ്പോൾ ഇടുമ്പോൾ എന്നാന്ന് വെച്ചാൽ അതിൻ്റെ കളറൊന്നും നല്ലതായിട്ട് പോകാതെ നമുക്ക് കിട്ടുകയും ചെയ്യും. പിന്നെ നമ്മൾ ആ പൊട്ടറ്റോന് നല്ലപോലെ ഒന്ന് ഉടച്ചെടുക്കുക. ഒട്ടും കട്ടയില്ലാതെ നല്ല മെഴുക് പോലെ നമുക്ക് ഉടച്ചെടുക്കണം. നമ്മളിത് സ്പൈസസ് ചേർക്കുന്നത് 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ പെരിഞ്ചീരകപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത്രയാണ് ചേർത്ത് കൊടുത്തത്. അതിൻ്റെ ഒപ്പം തന്നെ ഒരു നല്ല പഴുത്ത തക്കാളിയാണ് എടുത്തേക്കണേ. തക്കാളി നല്ല പഴുത്ത് എടുക്കണം കേട്ടോ, എന്നാലാണ് നല്ലത്. കാരണം നമ്മളിനി ഒത്തിരി വേവിക്കുന്നൊന്നുമില്ല. അപ്പോൾ അതിനകത്തോട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഉടഞ്ഞു കിട്ടാൻ പറ്റുമേ തക്കാളി. പിന്നെ നമ്മൾ നേരത്തെ ഉടച്ചു വെച്ചിരിക്കുന്ന പൊട്ടറ്റോയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം.
ഇനി നമുക്ക് കുറച്ച് ചൂടുവെള്ളമാണ് ഇതിനകത്ത് ചേർക്കുന്നത്. ഒരു 1/2 കപ്പ് ചൂടുവെള്ളം ഞാനകത്തോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്കിനി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് നോക്കാം. പിന്നെ വെള്ളം കുറവാണെങ്കിൽ കുറച്ചും കൂടി വേണം ചേർത്ത് കൊടുക്കാൻ. കൊണ്ട് ഞാൻ കുറച്ചും കൂടി ചൂടുവെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഉപ്പ് ടേസ്റ്റ് ചെയ്തപ്പോൾ ഇച്ചിരി കൂടി വേണം, അതും ചേർത്ത് കൊടുത്തു. എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ മുട്ട ഒന്ന് ഇങ്ങനെ വരഞ്ഞു കൊടുക്കുക. അപ്പോൾ നല്ല മസാലയൊക്കെ അകത്തോട്ട് കയറും. അപ്പോൾ നമുക്ക് മുട്ടയ്ക്കകത്തോട്ട് ആ മസാലയൊക്കെ ചെന്നില്ലെങ്കിൽ പിന്നെ ഒരു ടേസ്റ്റ് തോന്നത്തില്ലല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ കൊടുത്തിട്ട് ആ മുട്ടയും കൂടി അതിനകത്തോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ഇപ്പോൾ കാണുമ്പോൾ കണ്ടോ നല്ലപോലെ ഗ്രേവി തിക്കൊക്കെ ആയിട്ടിരിപ്പുണ്ട്. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് തേങ്ങാപ്പാലാണ്. അപ്പോൾ ഞാനൊരു 1/4 കപ്പ് തേങ്ങ ചിരകിയതിൻ്റെ കൂടെ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ടാണ് തേങ്ങാപ്പാൽ എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി നീട്ടമൊക്കെ വേണം അനുസരിച്ച് പാൽ കൂട്ടാം. പിന്നെ ഞാനിച്ചിരി വീട്ടിൽ പൊടിച്ച ഗരം മസാല പൊടി ചേർത്ത് കൊടുത്തു. പിന്നെ ലാസ്റ്റ് കുറച്ച് വെളിച്ചെണ്ണ, പച്ച വെളിച്ചെണ്ണയാണ് ചേർത്തിരിക്കുന്നത്. ഇവിടെ തണുപ്പായതുകൊണ്ടാണ് കേട്ടോ വെളിച്ചെണ്ണ ഇങ്ങനെ ഇരിക്കുന്നത് കേട്ടോ. അത് വെളിച്ചെണ്ണയാണ്. അപ്പോൾ അതും കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മുട്ടക്കറി അത് നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാനും പറ്റും കേട്ടോ. അപ്പോൾ എനിക്ക് അപ്പം ഉണ്ടാക്കുന്ന പരിപാടി തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇതുപോലത്തെ കട്ടോരിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പം നമുക്ക് അതിനകത്തോട് കുറച്ച് ഓയിൽ ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കാം. കണ്ടോ, മാവ് കണ്ടോ പൊങ്ങി വന്നിട്ടുണ്ട്. ഭയങ്കരമായിട്ടൊന്നും പൊങ്ങിയിട്ടില്ല, പക്ഷേ ആവശ്യത്തിന് പൊങ്ങിയിട്ടുണ്ട്. നമുക്കിത് മതി. എന്നിട്ട് നമുക്ക് കുറേശ്ശെ ഈ കട്ടോരിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1/2 കപ്പ് പാത്രം ഒഴിക്കുന്നുള്ളൂ കേട്ടോ. കാരണം പിന്നെ നമുക്കത് പൊങ്ങി വരും. അപ്പോൾ ഒത്തിരി ആയിക്കഴിഞ്ഞാൽ കാണാനും ഒരു ഭംഗിയില്ല, ടേസ്റ്റും കുറവായിരിക്കും. പകുതി ഒഴിച്ചാൽ മതി. അതിനുശേഷം നമ്മൾ അപ്പച്ചമ്പിലോട്ട് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് നമുക്കതിന് സ്റ്റീം ചെയ്തെടുക്കാം. കണ്ടോ, 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നോക്കിയപ്പോഴത്തേ കണ്ടോ എങ്ങനെ ഇരിക്കുന്നതെന്ന്. നല്ലപോലെ ഫെർമെൻ്റ് ആയിട്ട് മനസ്സിലാകും. കണ്ടോ എത്ര പോലെ പൊങ്ങി അതുപോലെ തന്നെ വിണ്ടു വന്നിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം നല്ലപോലെ അത് കറക്റ്റായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അടുപ്പത്തൊന്ന് താഴോട്ട് ഇറക്കി വെച്ചിട്ടുണ്ട്. തണുത്തിട്ടുണ്ട്. ഇപ്പം നമുക്കതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. കണ്ടോ, സൈഡിൽ കൂടി ഇങ്ങനെ തട്ടി കൊടുക്കുമ്പോൾ തന്നെ അത് നമ്മുടെ കയ്യിലോട്ട് എടുക്കാൻ പറ്റും. നമ്മുടെ ഫസ്റ്റ് സെറ്റപ്പം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി ബാക്കിയുള്ള മാവും കൂടി ഇതുപോലെ തന്നെ അപ്പം ഉണ്ടാക്കിയെടുക്കണം. ഇത് നമുക്ക് ആ പാത്രത്തിൽ തന്നെയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ എനിക്കത് അടുത്ത സെറ്റും കൂടി ഉണ്ടാക്കാനായിട്ട് കണ്ടോ ഇനി നമുക്കൊന്നും കൂടി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അടുത്ത സെറ്റിലും എനിക്കിപ്പം 4, 3, 7 കൂടി വന്ന 8 അപ്പം കിട്ടിയിട്ടുണ്ട്. അതുപോലെ 1 കപ്പിൽ നിന്ന് അത്രയാണ് കിട്ടിയത്. അപ്പോൾ ഈ അപ്പത്തിനെ ഇങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കിക്കൊണ്ട് ഇത്തിരി മധുരമുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അത്ര മധുരം ഇല്ലെങ്കിൽ ഇപ്പം ഞാൻ 2 രീതിയിൽ ഉണ്ടാക്കിയായിരുന്നു. ഇപ്പം നമ്മൾ 15 മിനിറ്റിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇച്ചിരി മധുരം തോന്നുമായിരുന്നു. അതേസമയം ഞാൻ രാത്രി അരച്ച് വെച്ചിട്ട് എടുത്തപ്പം ഒട്ടും തന്നെ മധുരം തോന്നിയില്ല. അപ്പം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഉണ്ടാക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മുട്ടക്കറിയും അതുപോലെ പഞ്ഞി പോലത്തെ ഒരു അപ്പവുമാണ് നമുക്ക് ഉണ്ടാക്കി കിട്ടിയിരിക്കുന്നത്. ഇതെല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെടുന്നൊരു കോമ്പിനേഷൻ റെസിപ്പിയാണ്. ഈ അപ്പം ഒരിക്കലെങ്കിലും നിങ്ങൾ ഉണ്ടാക്കി നോക്കുവാണെങ്കിൽ പിന്നെ നിങ്ങൾ മിക്കവാറും ഈ അപ്പം ഉണ്ടാക്കും. നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ രാവിലെ എണീറ്റ് ലേറ്റായി പോകുമോ, അല്ലെങ്കിൽ പെട്ടെന്ന് ആരെങ്കിലും ഗസ്റ്റൊക്കെ വരുവാണെങ്കിൽ എന്താ ബ്രേക്ക്ഫാസ്റ്റ്, അങ്ങനെ ഒരു ടെൻഷനേ ഇല്ല. നമുക്ക് ഇത്ര ടേസ്റ്റി ഈസി ആയിട്ടുള്ളൊരു റെസിപ്പി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുകയും കൂടി ചെയ്യണേ. അപ്പോൾ ഞാൻ പുതുതായിട്ടിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.